ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. അപ്പോൾ ഞാനിതിൽ അങ്ങനെ കറക്റ്റായിട്ടൊരു ഈവനിങ് റൊട്ടീനോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം നമ്മളെന്നും ഷോർട്സൊക്കെ ഇടാറില്ലേ അല്ലേ. അപ്പോൾ അതിലുള്ളതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് പോവാം അല്ലേ. ഓക്കെ, അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. കാരണം നമ്മൾ ഇന്നേവരെ നമ്മുടെ ചാനലിൽ ഇതുവരെ ഇൻട്രോ ഒന്നും ഇട്ടിട്ടില്ല. മാത്രമല്ല കുറേ പുതിയ കൂട്ടുകാരും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ പേര് അപർണ, ഇതെൻ്റെ മോളാണ്. മോളുടെ പേര് അഷ്പർണ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അഷ്റഫ്. ഞാൻ അഷ്റു എന്നാട്ടോ വിളിക്കാറ്. അപ്പോൾ അതാണ് നമ്മുടെ ഫാമിലി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എവിടെയാണ് താമസം എന്നുള്ളത്. ഞങ്ങളിവിടെ പെരുമ്പാവൂർക്ക് അടുത്താട്ടോ, എറണാകുളത്ത് പെരുമ്പാവൂരിനടുത്താണ്. പക്ഷേ എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കാസർഗോഡാണ്. ഞങ്ങളിപ്പോൾ ഇവിടെയാണ് താമസം. ഹസ്ബൻഡിൻ്റെ വർക്കൊക്കെ ഇവിടെയാണ്. പിന്നെ ഞാനിപ്പം വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. ഇപ്പം മോളുള്ളതുകൊണ്ട് അവളെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓഫീസ് ജോബൊന്നും നോക്കുന്നില്ല. അവൾക്കിപ്പോൾ 2.5 ആയി. അപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ട് ഓഫീസ് ജോബും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളാണ്. പിന്നെ ഞാനൊരു ചായപ്രാന്തിയാണല്ലോ, അപ്പം നമുക്ക് ചായയിൽ നിന്ന് തന്നെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം കട്ടൻ ചായ കേട്ടോ വൈകുന്നേരം കുടിക്കുക. കട്ടൻ ചായ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്, എന്നാലും കുടിക്കാം. പിന്നെ ചായക്ക് സ്നാക്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു പപ്പട വടയാണ് കേട്ടോ. ഞാനിത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമായിട്ട് ഇത് കഴിക്കാൻ തുടങ്ങി. കൊള്ളാം കഴിച്ച്, നല്ല അടിപൊളി സാധനം. നമുക്ക് എന്താ പറയുക, കട്ടൻ ചായയൊക്കെ കൂടെ അടിപൊളിയാണ്. പിന്നെ വൈകുന്നേരം എന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്ത് കുറച്ച് നേരം ഇരിക്കും. ആയിഷിപ്പോൾ ഇവിടെ കളിക്കും. പിന്നെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി ഇവിടുത്തെ മുറ്റം കൊള്ളാമെന്നുള്ളത്. അതിപ്പം ഇൻ്റർലോക്ക് ചെയ്തു കേട്ടോ, ടൈലിട്ടിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഇവിടെ ഇരുന്നാൽ ഇപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് അമ്പലമുണ്ട്. അപ്പം നമുക്ക് രാമായണമൊക്കെ കേട്ടിങ്ങനെ പുറത്തിരിക്കാൻ വേണ്ടി നല്ല രസമാണ്. പിന്നെ ഈ സമയത്താണ് ഞാൻ ഐഷുവിനെ ഇവിടെ പുറത്ത് വിടാറ്. അവളുടെ വണ്ടിയൊക്കെ എടുത്ത് അവളങ്ങ് കളിച്ചോളും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് ഒരു കണ്ണുണ്ടായാൽ മതി, അവൾ ഒറ്റക്ക് തന്നെ അങ്ങ് കളിച്ച് പൊക്കോളും കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സെന്ന് പറയുന്നത് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ കുറേ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയൊരു ഡ്രസ്സാട്ടോ ഇത്. ഇത് ഐഷുവിന് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊടുത്തായിരുന്നു. ആ സമയത്തൊക്കെ ഇതുതന്നെ അവൾ കുറേ നാൾ ഇട്ടുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നീട് അത് അവിടെ ഞാനങ്ങ് മടക്കി വെച്ചത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കിട്ടി. പിന്നെ അത് അത്യാവശ്യം ചെറുതായി, പിന്നെ ഇനി അത് അവിടെ വെച്ചിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനത് ഇട്ട് കൊടുത്ത കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം എന്നെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, നമ്മൾ മുന്നേ നിന്നവിടെ ആണെങ്കിൽ ഞാൻ ഈവനിങ് വാക്കിങ്ങിനൊക്കെ പോകാറുണ്ടായിരുന്നു അല്ലേ. ഇവിടെ വന്നപ്പോൾ അങ്ങനെ പോയിട്ടേ ഇല്ല. അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് ഐഷുവിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയാണ്. ഇത് അവിടെ സൈഡിലുള്ള പൈനാപ്പിൾ തോട്ടം കേട്ടോ. അപ്പം കുറച്ച് നേരമേ പോയുള്ളൂ. അങ്ങനെ പോയിട്ട് കുറച്ച് നേരം അങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇവളും കൊണ്ട് നടക്കാൻ പോവാത്ത മെയിൻ കാരണം ഇതാണ്. ഇവൾ വരില്ല, അവൾക്ക് പോയാൽ അതിലേ തന്നെ എങ്ങോട്ടേലും പോകണം. അവൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരില്ല. ഞാനിങ്ങനെ വലിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അതാണ് ഞാൻ മെയിനായിട്ട് ഇവളെയും കൊണ്ട് എങ്ങും നടക്കാനൊന്നും ഇപ്പോഴായിട്ട് പോകാത്തത്. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും അറിയാം, ഇതൊരു ബട്ടർഫ്ലൈ ചെടിയാണ്. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ബട്ടർഫ്ലൈസ് പറന്നുകൊണ്ടേ ഇരിക്കും. നല്ല രസമാട്ടോ. ഇതെൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റിയുടെ ഒരു കുഴപ്പം കൊണ്ട് പറ്റിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ബട്ടർഫ്ലൈസ് അവിടെ ഉണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ ഫുഡ് ഷവാം മന്തി അല്ല മന്തി ഷവായി ഓക്കെ, മന്തി ഷവായി വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മന്തിലി വൺസ് എങ്കിലും പുറത്ത് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഐഷുവിനാണെങ്കിൽ നല്ല വാശിയാണ്. അവൾ പണ്ടത്തെ പോലെ ഒന്നല്ല. അപ്പോൾ ഈ ഹോട്ടലിൽ പോയി കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചടങ്ങുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ അഷറു വാങ്ങിയിട്ട് വന്നേ കേട്ടോ. പക്ഷേ എനിക്ക് ഈ മന്തിയോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ശരിക്കും ഒരു ബിരിയാണി ഫാനാണ്. പക്ഷേ ഇത് കൊള്ളായിരുന്നു കേട്ടോ. എന്തായാലും കഴിച്ചു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ക്വാർട്ടർ അങ്ങനെ എന്താ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ നല്ല ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഞാൻ സൈഡായി, നല്ല വയറൊക്കെ നിറഞ്ഞു. പിന്നെ കോളയും ഉണ്ടായിരുന്നു കേട്ടോ. വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സൈഡായിട്ടോ. പിന്നെ രാത്രി എനിക്ക് കുറച്ച് ഞാൻ ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ബുക്ക് എടുത്തപ്പോൾ എൻ്റെ കൂടെ ഐഷിപ്പോൾ വന്നിട്ട് എനിക്കും വേണമെന്നിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അതിൻ്റെ കോലാഹലമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ടാറ്റാ.